നമസ്കാരം. പരസ്പര ബഹുമാനമില്ലാത്ത, പ്രതിപക്ഷത്തോട് യാതൊരു വിധത്തിലുള്ള ആദരവും ഇല്ലാത്ത, ഒരു പരിഗണനയും ഇല്ലാത്ത, ഏകാധിപത്യ പ്രവണതകൾ മാത്രം പ്രദർശിപ്പിക്കുന്ന തരത്തിലേക്ക് മാറാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവരുടെ മാധ്യമ സ്വാധീനമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. സ്വന്തമായി കുറെ ചാനലുകളും കുറെ പത്രങ്ങളും അവർക്ക് വേണ്ടി സംസാരിക്കാനുണ്ട്. അല്ലെങ്കിൽ അവർ അത് മാത്രമേ പറയുള്ളൂ. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി അവർ ശബ്ദിക്കുന്നില്ല. സർക്കാരിന്റെ അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിന്റെ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണോ അവരുടെ റാൻ മൂളിയായി മാത്രം പ്രവർത്തിക്കുന്ന ദേശീയ ചാനലുകൾ. ഇത്തരത്തിൽ ദേശീയ ചാനലുകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനലുകളിൽ 99% അതുപോലെ ഹിന്ദി ചാനലുകളിൽ 99% സമ്പൂർണമായിട്ടും സർക്കാരിന്റെ പക്ഷം മാത്രം സംസാരിക്കുന്ന ചാനലുകളും പത്രങ്ങളുമാണ്. രാജ്യത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഈ പ്രതിപക്ഷത്തോട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കും. ഭരണപക്ഷത്തോട് ചോദിക്കില്ല. അവരൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. സർക്കാരിന് വേണ്ടി മാത്രം വാഴ്ത്തുപാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മാധ്യമ അന്തരീക്ഷം, അതാണ് ഇന്ന് ഇന്ത്യയിൽ കൂടുതൽ ഉള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രധാനമന്ത്രി ഇത്രയും കാലമായിട്ട് ഒരു വാർത്താ സമ്മേളനം പോലും നടത്താതിരുന്നിട്ടും അതിൽ ഒരു പരാതിയും ഈ പറയുന്ന ഈ മീഡിയക്കാർക്കില്ല, ചാനലുകൾക്കില്ല. ഈ മാധ്യമ കൂട്ടങ്ങൾക്ക് അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടാനുമില്ല. ഗോദി മീഡിയ എന്ന് പരക്കെ അറിയപ്പെടുന്ന ഈ കൂട്ടരാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഒക്കെ ഇത്രയേറെ ദുർബലമാക്കി ഈ ജനങ്ങളെ, ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ അനാഥരാക്കിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടര് രാജ്യത്തിന്റെ ജുഡീഷ്യൽ സംവിധാനമാണ്. ജഡ്ജിമാരുടെ നിയമനം മുതൽ ഇങ്ങോട്ട് കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതെല്ലാം എങ്ങനെയാണ് സർക്കാരിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസൃതമായി മാറിയത് എന്ന് ക്രമമായി അപഗ്രഥിച്ചാൽ വ്യക്തമായി മനസ്സിലാവും. ഈ ഒരു പരിഹാസത്തിൽ നിന്നാണ് കോക്രോച്ച് പാർട്ടി രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ CJPയുടെ ആത്മീയ ആചാര്യൻ ആര് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര എന്ന് ആ അർത്ഥത്തിൽ ആർക്കും പരിഹസിച്ച് പറയാം. തലസ്ഥാനത്ത് യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ പോലീസ് അതിക്രമങ്ങൾ തുടരുമ്പോൾ നിയമം കൃത്യമായി നടപ്പിലാക്കുന്നതിനേക്കാൾ ശ്രദ്ധ നൽകേണ്ടത് വിചാരണ വേളയിൽ നടത്തുന്ന പരാമർശങ്ങളിലാണ് എന്ന് സുപ്രീം കോടതിയിൽ ഉള്ളവർ ഉൾപ്പെടെയുള്ള ഉന്നത ന്യായാധിപന്മാർക്ക് ഒരുപക്ഷെ ഇപ്പൊ തോന്നുന്നുണ്ടാകും. ന്യായാധിപന്മാരുടെ ധാർമ്മിക രോഷവും അവരുടെ മനോവേദനയും ഒക്കെ തികച്ചും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ്. സ്വന്തം ബോധ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പ്രതികരണങ്ങൾ നിയമം നടപ്പിലാക്കുന്നതിന്റെ യഥാർത്ഥ ഭാഗമാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം കേസിന്റെ അന്തിമ ഉത്തരവ് മറ്റൊന്നായേക്കാം. വിധിന്യായങ്ങൾ എഴുതുമ്പോൾ നിയമപരമായിട്ടുള്ള സംരക്ഷണവും നീതിയും അർഹതപ്പെട്ടവർക്ക് കൃത്യമായി ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ കൂടുതൽ ശ്രദ്ധയും അതുപോലെ ജനാധിപത്യ ബോധമൊക്കെ ഉണ്ടാകണമെന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, ഒരു ശ്രദ്ധ ഉണ്ടാകാൻ, ആ ഭാഗത്തേക്കൂടെ കാഴ്ചയൊന്നു പോകാൻ ഈ ന്യായാധിപന്മാർക്കെല്ലാം ഇനിയെങ്കിലും തോന്നട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. മാധ്യമങ്ങളുടെയും അതുപോലെ ഭരണകൂടത്തിന്റെയും ഒക്കെ ഇത്തരം ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന ബദൽ ശബ്ദങ്ങളെയും സമാധാനപരമായിട്ടുള്ള അവരുടെ പ്രതിഷേധങ്ങളെയും ഒക്കെ അതിക്രൂരമായാണ് രാജ്യം ഇന്ന് നേരിടുന്നത്. നമുക്കറിയാലോ ഡൽഹിയിൽ എന്താണ് കണ്ടത്? പെല്ലറ്റാണ്, വെടിവെച്ച് തകർക്കാണ്. പൗരന്മാരുടെ മൗലികാവകാശങ്ങളും തുല്യനീതിയും ഒക്കെ ഉറപ്പാക്കേണ്ട ആ ഭരണഘടനാ സംവിധാനങ്ങൾ പോലും, സ്ഥാപനങ്ങൾ പോലും പലപ്പോഴും ശക്തരുടെ താല്പര്യങ്ങൾക്ക് മുന്നിൽ നിശബ്ദത പാലിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയോ ചെയ്യുന്നു എന്ന് വെറുതെയല്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് തോന്നുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളും അവരുടെ ആശങ്കകളും ഒക്കെ കേൾക്കാൻ, അതിന് പരിഹാരം കാണാൻ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ വഞ്ചകരായി ചിത്രീകരിക്കാനും അവരെ ഒറ്റപ്പെടുത്താനും കള്ളക്കേസുകൾ എടുത്ത് അവരെ ഇല്ലായ്മ ചെയ്യാനും അവരുടെ ഭാവി തുലയ്ക്കാനും അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കാനും കുടുംബം തുലയ്ക്കാനും ഒക്കെയുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് ഇന്ന് നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്നാൽ ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗങ്ങൾക്കും മാധ്യമ ധർമ്മത്തിനും എത്ര കാലം ആയുസ്സുണ്ടാകുമെന്നാണ്? അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ലോകവും ഈ പൊതു സമൂഹവും ഒക്കെ ഗൗരവമായി അത് ചിന്തിക്കണ്ടേ? ഒന്ന് ആലോചിക്കണ്ടേ എത്ര കാലം അവരുടെ പിന്തുണ കിട്ടുമെന്നുള്ളത്? എല്ലാ വഴി അടയുമ്പോഴും ഡിജിറ്റൽ ലോകത്തും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ ജനങ്ങൾ സ്വയം തീർക്കുന്ന ഒരു ബദൽ കൂട്ടായ്മയുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്. അത് ഭരണാധികാരികൾക്കുള്ള ശക്തമായ താക്കീതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ജന്തർ മന്ദറില് പ്രക്ഷോഭം നടന്നപ്പോ അവിടെ ഇന്റർനെറ്റ് വിക്ഷേപിച്ചു. അവിടുത്തെ മെട്രോ റെയിൽ മൊത്തം സ്റ്റോപ്പുകളെല്ലാം നിർത്തി. പക്ഷെ എന്നിട്ടും അവിടെ ജനം ഒഴുകിയെത്തി. ആ മേഖലയിലെ മുഴുവൻ ഇന്റർനെറ്റും തടസ്സപ്പെടുത്തിയിട്ടും ജനം, അതായത് ഈ വന്ന ജനക്കൂട്ടം, ആ യുവാക്കൾ എല്ലാം പരസ്പരം അവരുടെ വിവരങ്ങൾ കൈമാറാനുള്ള സാങ്കേതിക വിദ്യ അവർക്കുണ്ടായിരുന്നു.
പക്ഷെ അത് മനസ്സിലാക്കിയിട്ടില്ല. കാരണം അവർക്കൊക്കെ ഇവരുടെ ലോകം, ഈ ഭരണകർത്താക്കളുടെ ലോകം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. സത്യത്തിൽ സർക്കാരിന്റെ തെറ്റായ നയങ്ങളെയും അനീതികളെയും തുറന്നു കാട്ടാൻ ഭയമില്ലാത്ത ഒരു ജനത ഉയർന്നു വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന വൻ ജനപിന്തുണയും അവർക്ക് ലഭിക്കുന്ന വലിയ വിജയവും ഈ ഭരണാനുകൂല മാധ്യമങ്ങൾക്കുള്ള ചുട്ട മറുപടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാലോ, മോദി മീഡിയ ആട്ടിവിട്ടത്, അതായത് കേന്ദ്ര സർക്കാരിന് വേണ്ടി മാത്രം ശബ്ദിക്കുന്ന ഈ യുവാക്കളുടെ അവരുടെ ജീവിതമോ ജീവനോ അല്ലെങ്കിൽ അവരുടെ ഭാവിയോ ഒന്നും മുഖവിലക്കെടുക്കാതെ ശബ്ദിച്ചുകൊണ്ടിരുന്ന എല്ലാ മീഡിയക്കാരെയും എല്ലാ റിപ്പോർട്ടർമാരെയും ആട്ടിവിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതായത് ഭാരതത്തിൽ ഇനി പഴയകാല രാഷ്ട്രീയ ആ ചുവടുവയ്പ്പിന് നടക്കില്ല. ഇവിടുത്തെ യുവാക്കൾക്ക് ബോധം വെച്ചു, ഇനി ഇവർ ശബ്ദിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാരതം എന്നേക്കുമായി നശിച്ചു പോകുമെന്നവർ മനസ്സിലായി. വെറുതെ തട്ടിവിടുന്ന കുറെ വാചക കസർത്തുകളിലല്ല, അല്ലെങ്കിൽ ഇളക്കി വിടുന്ന വർഗീയ വിഷങ്ങളിലല്ല ഭാരതത്തിന്റെ ഭാവി കുടിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വന്നിട്ടുണ്ട്. അവരിത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അവർ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായ കൂട്ടായ്മകൾ ഓരോരോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.